ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് നെക്കുകൾ എങ്ങനെയാണ് വെട്ടാന്നുള്ളത്. ഇപ്പം നമ്മളൊരു ചാർട്ടിലാണ് നിങ്ങൾക്ക് വെട്ടി കാണിച്ചു തരുന്നത്. നമ്മൾ തുണിമേൽ ഇട്ടിട്ട് നമ്മൾ വെട്ടുന്ന അതേ മോഡലിൽ തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇതുപോലെ നമ്മളും ഒരു ചാർട്ടിൽ നമ്മുടെ കറക്റ്റ് അളവിന് വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുരിദാറിൽ ജസ്റ്റ് ഈ പാറ്റേൺ ഒന്ന് വെച്ച് വരയ്ക്കേണ്ടതേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നെക്ക് വെട്ടുന്നത് കാണിച്ചു തരാം. പിന്നെ ഈ നെക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചുരിദാറിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചുരിദാറിൽ എങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വെച്ച് നമ്മൾ വെട്ടാന്നുള്ളത്. അപ്പോൾ അതേ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇറക്ക് ഒരു 5 എടുക്കാം കേട്ടോ. അത് നമ്മുടെ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച്, ഇപ്പോൾ ഓരോരുത്തർക്കും വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ അതിന് ശേഷം നമ്മൾ വീതി എടുക്കുന്നത് ഒരു 2.25 നമ്മൾ വീതി എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്താം കേട്ടോ. 2.25 വീതി എടുക്കുക. ഇത് രണ്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും പല സൈസായിരിക്കും. അപ്പോൾ നമ്മുടെ ചുരിദാറിന് ജസ്റ്റ് ഒന്ന് അളവെടുത്ത് നോക്കിയിട്ട് നമ്മളിതുപോലെ നമ്മുടെ അളവ് എടുക്കുക കേട്ടോ. അപ്പോൾ താഴത്തോട്ടും നമ്മൾ ഈ 5 അടയാളപ്പെടുത്തിയെന്ന് നേരെ ഇങ്ങോട്ട് പിടിക്കുക. 2.25 അല്ലേ നോക്കുക. അതിന് ശേഷം അത് നേരെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കുക. അതിന് വേണ്ടി നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട് നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ 5 എടുത്ത ആ സ്ഥലത്തോട്ട് വരയ്ക്കുക. അതിന് ശേഷം നേരെ മേലോട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു ചതുരത്തിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കാം. ഇപ്പോൾ റൗണ്ടാണ് വേണ്ടതെങ്കിൽ ഈ ചതുരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ റൗണ്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ആ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളൊരു കുത്തിടും, ഒരു 2 സെൻറ്റിമീറ്റർ ആയിട്ടൊരു കുത്തിടുക. അതിന് ശേഷം നമുക്ക് ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് നമുക്ക് വരയ്ക്കാം. പോയിൻ്റിൽ കൂടെ പോയി അയറ്റത്തോട്ട് തന്നെ മുട്ടിക്കാം. നമുക്കിത് എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരയുടെ അനുസരിച്ച് ഇതിങ്ങനെ മുട്ടിച്ച് വളച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരച്ചിട്ടുള്ളത് നമ്മൾ റൗണ്ട് ഷേപ്പാണ്. നമുക്കിനി ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതുപോലെ തന്നെയാണ് അളവ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്വയർ വേണമെന്ന് വെച്ചാൽ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് വി വേണമെന്ന് വെച്ചാൽ വി വരയ്ക്കാം. പിന്നെ നമുക്ക് പല ഡിസൈനുകളും നമുക്കിതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത് വരച്ചതിന് ശേഷമാണ് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷേപ്പ് വരച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ വെട്ടൽ നമുക്ക് കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം വേണം, ആ റൗണ്ട് ഷേപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്കിയതിന് ശേഷം വേണം നമ്മൾ വെട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലൊരു പാറ്റേണിൽ വെട്ടിയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് തുണിമേൽ പെട്ടെന്ന് വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് മാറിക്കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു പാറ്റേൺ വെച്ച് വെട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പിന് തന്നെ കിട്ടും. അതിന് ശേഷം എന്തെങ്കിലും നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നെക്ക് എങ്ങനെ നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടി എന്നുള്ളത്. അപ്പോൾ അതേ നമ്മൾ വരച്ചതിൻ്റെ മേലെ കൂടെ തന്നെ കറക്റ്റായിട്ട് ഇത് വെട്ടിയെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ നെക്ക് ഇതേ നിവർത്തി കാണിച്ചു തരാം. കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇതാട്ടോ നമ്മൾ ഫിനിഷിംഗ് ആയിട്ടുള്ള റൗണ്ട് കഴുത്ത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്കിനി അടുത്ത കഴുത്തുകളൊക്കെ വെട്ടാനുള്ളത്. അപ്പോൾ ഞാൻ ഇതേ അടുത്തൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് കഴുത്താണ് വെട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം അളവ് തന്നെയാണ് കേട്ടോ. നമുക്ക് അടിയിലോട്ട് 5 എടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്രയാണോ കഴുത്തിന് വിരിവൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അടിയിലോട്ട് നീട്ടണം. വീതി നമുക്കൊരു 2.25 അത് നമുക്കിതിൽ അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ചുരിദാറിൻ്റെ അളവ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഏകദേശം ഒരു മീഡിയം ആൾക്കാരുടെ അളവാണ് നമ്മൾ 5 അതുപോലെ തന്നെ നമ്മുടെ 2.25. അങ്ങനെ നമുക്ക് സ്ക്വയർ പോലെ ആയിട്ട് വരയ്ക്കാം കേട്ടോ. കറക്റ്റ് അല്ലേ നമ്മൾ നോക്കണം. അളന്നതിന് ശേഷം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതേ കറക്റ്റ് അളവല്ലേ എന്നുള്ളത് നോക്കിയിട്ട് നമുക്കൊരു 5-5.25 എടുക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. 5.25 എടുത്തിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അപ്പോൾ കഴുത്തിന് കുറച്ച് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 5.25, 5.5 അങ്ങനത്തെ റേഞ്ചിലൊക്കെ എടുക്കാം കേട്ടോ. ചതുരാണ് വെട്ടുന്നത്. അപ്പോൾ ചതുരായതുകൊണ്ട് തന്നെ നമുക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു അളവ് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു അറ്റത്തെത്തുമ്പോൾ ബാക്കി പണിയൊന്നുമില്ല. കാരണം കഴുത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സ്ക്വയർ എടുക്കുന്നുണ്ടല്ലോ, ആ അളവിൽ തന്നെ അങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ അത് ചെറുതായിട്ടൊരു വളവ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിവർത്തി നോക്കാം നമ്മുടെ കഴുത്ത് എന്തായി എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചതുരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് കഴുത്ത് വെട്ടാം. ഇതുപോലെ തന്നെയാണ് കേട്ടോ, സെയിം രീതിയിൽ തന്നെയാണ്. ഇന്നൊരു 4-5 കഴുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പാറ്റേൺ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അളവെടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഒരു കാർഡ്ബോർഡിലെങ്ങാനും ആക്കിയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളിത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് ശേഷം സൈഡിലോട്ട് നമുക്ക് വീതിയായിട്ട് 2.25 എടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ കഴുത്ത് എങ്ങനെയാണ് വെട്ടണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ അളവെടുക്കുക.
വി കഴുത്താണ് വെട്ടുന്നത്. അപ്പോൾ ഈ അറ്റത്ത് തുടങ്ങി മറ്റേ അറ്റം വരെ വീര ഷേപ്പിൽ നമുക്ക് വരയ്ക്കാം. അതിനുശേഷം അതിൽ കൂടെ ഇത് വെട്ടി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ വി കഴുത്ത് റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഏത് ഡിസൈനാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ പാറ്റേണിലുള്ള കഴുത്ത് കിട്ടും. നമുക്ക് സിമ്പിളാണ് കേട്ടോ കഴുത്ത് വെട്ടാനായിട്ട്. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ അളവൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ചെറിയൊരു വളവ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് റൗണ്ടിൻ്റെ തന്നെ അടിയിലായിട്ടൊരു ചെറിയൊരു ഒരു കുനിപ്പ് വരുന്ന രീതിയിൽ നമുക്കിതാ നമ്മുടെ ഡിസൈൻ അതിൻ്റെ ഉള്ളിൽ വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് വെട്ടി മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് ആ ഷേപ്പിനുള്ള നമ്മുടെ കഴുത്ത് കിട്ടും. അപ്പോൾ കണ്ടോ ചെറിയൊരു പണ്ടത്തെ ഒരു മോഡലാണിത്. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി വെട്ടാൻ പോകുന്നത് റൗണ്ട് നെക്കിൽ ഒരു ചെറിയൊരു ഒരു കുനിപ്പ് വരുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ആ കുനിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം മാത്രം ഒരു വര വരച്ചിട്ട് അതുമ്മേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് രീതിയിൽ ഇതുപോലെ ആ ഒരു പോയിൻറ്റുമ്മേക്ക് തന്നെ നമുക്ക് മുട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു പാറ്റേൺ നമുക്കിവിടെ അതുപോലെ വെട്ടി മാറ്റാം. അപ്പോൾ നമ്മുടെ കഴുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു വി കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ പോലെ തന്നെ കുറച്ചധികം അടിയിലോട്ട് ഇങ്ങനെ താന്നിട്ടുള്ളൊരു വി. ഇത്ര സിമ്പിളായിട്ടാട്ടോ നമുക്ക് നെക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നെക്ക് വെട്ടൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ പാറ്റേൺ വെട്ടി വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് വെട്ടുമ്പോൾ, അതായത് ചുരിദാറുകളൊക്കെ വെട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് ഈ പാറ്റേൺ എടുക്കുക, അത് വെച്ച് അങ്ങോട്ട് വരയ്ക്കാം. നമുക്ക് ആ ഒരു അളവെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഇതുപോലത്തെ നമുക്ക് ഏതൊക്കെ നെക്കാണോ ഡിസൈൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെട്ടി വയ്ക്കുന്നത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും.